So guys, welcome to back to my YouTube channel. ഞാനല്ല അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഒരു 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 ഗെയിമാണ്. ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും, ഗ്രാനി ഗെയിമാണ് ഗൈസ്. നമ്മളിന്ന് കളിക്കാൻ വേണ്ടി പോകുന്നത്. ഞാൻ യൂട്യൂബ് ചാനൽ ഇതിലേക്ക് അപ്ലോഡ് ചെയ്തിട്ടില്ല, ഗെയിമിൻ്റെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഞാൻ ഈ ഇടയ്ക്ക് വീഡിയോ കണ്ടപ്പോൾ അപ്ലോഡ് ചെയ്താൽ എന്താണ് കുഴപ്പമെന്ന് തോന്നിയപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഏതായാലും നിങ്ങൾ അവസാനം വരെ കാണുക. ഡേ 1 നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമോ, ഗ്രാനി നമുക്ക് കളിപ്പിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കാം. മൈക്കില്ല, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് നേരം എടുത്ത് വന്നിട്ട് നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഗൈസ്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഗ്രാനി ഗെയിമാണ് ഗൈസ് കളിക്കാൻ വേണ്ടി പോകുന്നത്. എനിക്കറിയില്ല എങ്ങനെ ഉണ്ടാകും ഗെയിം എന്നുള്ളത്. ഞാൻ വീഡിയോസിൽ കണ്ടിട്ടുണ്ട്. എനിക്ക് എന്താ പറയുക, നല്ല എയിം കാണത്തില്ല എന്ന് വെച്ചാൽ ഞാൻ കളിക്കാറില്ലാത്തൊരു ഗെയിമാണ് ഗ്രാനീൻ്റെ ഗെയിം എന്ന് പറയുമ്പോൾ. അപ്പോൾ ചെറിയ ചെറിയ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അത് നിങ്ങൾ വയ്യെ കാണുമ്പോൾ മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഏതായാലും ഗെയിമിലേക്ക് പോവാം. പിന്നെ ആദ്യം തന്നെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്തോ. ഇങ്ങനത്തെ ഒരുപാട് ഗെയിം ഐറ്റംസ് വീഡിയോസ് നമ്മൾ വിടുന്നതായിരിക്കും. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കൂടി കിട്ടണമെങ്കിൽ വേഗം സബ്സ്ക്രൈബ് ചെയ്തോ, ലൈക്ക് അടിച്ചിരുന്നത്. അപ്പോൾ ഗായ്സ്, നമ്മളത് ഗെയിം ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. എന്താകുമെന്ന് എനിക്കൊരു പേടിയില്ല, എന്ന് വെച്ചാൽ കളിച്ച് പരിചയമില്ല, അതുകൊണ്ട് തന്നെ എന്താകുമെന്നൊന്നും എനിക്കറിയില്ല ഗായ്സ്. നമ്മളിത് സ്റ്റാർട്ടായിട്ടുണ്ട് ഗൈസ്. എങ്ങനെ ഉണ്ടാകും, ഭയങ്കര എക്സൈറ്റ്മെൻറ്റ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഏതായാലും നോക്കാം. ഡേ 1 ആണ്. ഡേ 1 എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. കളിച്ച് സെറ്റ് ആവാനുണ്ട് ഗൈസ്. നമ്മൾ ഗ്രാനീൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇരുട്ടാണല്ലോ, ഞാൻ ഓൾറെഡി പുറത്തിരുന്നിട്ടാണ് ഗൈസ് കളിക്കുന്നത്, അതുകൊണ്ടാണ് പറയാൻ പറ്റില്ല. ഭയങ്കര ഇരുട്ടാണ് ഗൈസ്. പുറത്തിരുന്ന് കളിക്കുന്നതുകൊണ്ട് വൈഫൈക്ക് വേണ്ടി പുറത്തേക്ക് വന്നതാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് ഡോറ് തുറക്കാം ഗൈസ്. ഇവിടെ ഉണ്ടോയെന്ന് നോക്കാം കേട്ടോ ഗ്രാനി. ബാക്കിൽ നിന്നൊക്കെ ആകും ഗൈസ് വരിക. തിരിഞ്ഞ് നോക്കുമ്പോൾ ഉണ്ടാകും വടിയും പിടിച്ചുകൊണ്ട് ഒരാൾ. നമുക്ക് നോക്കാം. പിടുത്തമില്ല. നമുക്ക് താഴേക്ക് പോയിട്ട് നോക്കാം ഗൈസ്. താഴെ ആണെന്ന് തോന്നുന്നത്. ഇവിടെ ഒളിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ, എനിക്കറിയത്തില്ല ഗൈസ്, പരിചയമില്ല, അതാണ്. ഇപ്പോൾ ഇവിടുത്തെ ഡൈനിങ് ഹാളിലോ ഗ്രാനി എവിടെ? ഓക്കെ, 1 മിനിറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ഗ്രാനിനെ ഗൈസ് നമ്മൾ കാണുന്നില്ല, ഒരു ബാക്കിലുണ്ടാവുമോ എന്നൊക്കെ നല്ല പേടിയുണ്ട് കേട്ടോ. അവിടെ കിച്ചണിലാണ് അപ്പോൾ നമ്മളുണ്ടാക്കുക. ഓ മൈ ഗോഡ്, ഞാൻ പറഞ്ഞില്ലേ ബാക്കിൽ നിന്നൊക്കെ വന്ന് അടിക്കും എന്നുള്ളത്. നമ്മൾ ബാക്കിൽ തിരുമ്പോഴായിരിക്കും നമ്മൾ അടിക്കുന്നുണ്ടാവുക, മുന്നിലേക്ക് വന്ന് അടിക്കും. പക്ഷെ എന്നാൽ ബാക്കിലാണ് ഗൈസ് കൂടുതൽ നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് നോക്കാം. സൗണ്ടൊക്കെ കൂട്ടി വെക്കട്ടെ ഗൈസ്. വീട്ടിൻ്റെ ഡേ 2 വന്നിട്ടുണ്ട് ഗൈസ്. നമുക്ക് പോകാം കേട്ടോ. എന്താക്കുമെന്ന് എനിക്കറിയത്തില്ല. എൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്യണേ. എവിടെ വാതിലെവിടെ ചേടാ? വാതിൽ ഇരിക്കുന്നു ഇവിടെ. അതാ എക്സ്ക്യൂസാണ് ഗ്യാസ്. എങ്ങനെയാണ്? ഓ മൈ ഗോഡ്, ഡോറ് തുറന്നപ്പോൾ ഓടിക്കും. മൈ ഗോഡ്, ഏതായാലും കുടുങ്ങിയിട്ടുണ്ട്, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. അടിച്ച് താഴെയിട്ടു ഗൈസ്. നമുക്കിനി അടുത്ത റൗണ്ടിലേക്ക് പോകാം. ഞാൻ പുറത്തിരുന്നിട്ടാണ് ഗൈസ് വോയിസ് ഓവർ റെക്കോർഡിക്കുന്നത്, അതുകൊണ്ട് തന്നെ എൻ്റെ സൗണ്ടൊക്കെ ഉണ്ടാവും. റിയലി സോറി ഗൈസ്. ഡേ 2 ഒന്നും കൂടി ഒന്ന് റിവേഴ്സൽ ചെയ്ത് വന്നതാണ്. ഡേ 2 1 എന്തോ അയക്കണേ സംഭവം. എന്തായാലും വ്യത്യാസമൊന്നുമില്ല, അങ്ങനെ കളിക്കുക തന്നെ. അതെ ഗൈസ്, ഞാൻ വീണ്ടും ഗ്രാനി അമ്മൂമ്മൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. നമുക്ക് തുറക്കാം കേട്ടോ വാതിൽ. എന്തോ പറ്റിയിട്ടുണ്ട്, സ്റ്റക്കാകുന്നു, എന്തോ ഒരു കുഴപ്പമുള്ള പോലെ. ഫോണിലല്ല കേട്ടോ, എന്തോ ഒരു സെറ്റിങ്സ് എന്തൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ശരിയാക്കാം. നമ്മൾ ഗ്രാനി അമ്മൂമ്മ ഇവിടെ ഉണ്ടോ നോക്കാം. നമുക്ക് അമ്മൂമ്മയെ നിൽക്കാം. നമുക്ക് നോക്കാം കേട്ടോ. ഗ്രാനി ഉണ്ടോയെന്ന്, തള്ള ഉണ്ടോയെന്ന് നോക്കാം. നമുക്ക് ഇവിടെ ഒളിച്ച് നിൽക്കാൻ തിരിച്ചോട്ടടിച്ചേക്കാം. അതേ ഗായ്സ്, തൊട്ടടുത്ത് ഗ്രാനി നമുക്ക് ജസ്റ്റ് മിസ്സാട്ടോ. എൻ്റെ പൊന്നെ, ജസ്റ്റ് മിസ്സാണ് ഗൈസ്. നമുക്ക് ഇതിനെ കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. നമുക്ക് ജസ്റ്റ് ഒന്ന് കൂട്ടി വെക്കാം, അതാണ് ഗൈസ് കുഴപ്പം. ഓക്കെ ആകും, നോക്കട്ടെ. ഓക്കെ ഓക്കെയാണ്. അപ്പോൾ അതേ ഗൈസ്, ജസ്റ്റ് മിസ് ഇരിക്കുന്നത്. ഓക്കെ പോകുന്നുണ്ട്, കണ്ടിട്ടില്ല. ഭാഗ്യത്തിനാട്ടോ നമ്മൾ രക്ഷപ്പെട്ടത്. ജസ്റ്റ് മിസ്.
അപ്പോൾ ഏതായാലും ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇറങ്ങി നോക്കാം ആൾ പോയിക്കണോ ഇല്ലതോ ഇല്ലേ എന്ന്. സോ മൈക്കോട്ട് ബാക്കിലേക്ക് വരട്ടെ. ഡോറ് അടക്കേണ്ട ആവശ്യമില്ലല്ലോ, ഇല്ലില്ല. ഓക്കെ, ഇതെന്താ അലങ്കോലമായി കിടക്കുന്ന ഗൈസ് ഇവിടെ ഈ വീട്. ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇവിടെ ഗ്രാനിക്ക്. സോ നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഡോറൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഡോർ ഓപ്പൺ ആയിട്ടുണ്ട്. സോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക്. ഓ ഗൈസ് ഇരിക്കുന്നു, എവിടെ നിന്ന് വന്നിത്? അപ്രത്യക്ഷമാവും. സോ ഗൈസ് നമ്മൾ നിലത്ത് കിടന്ന് അപ്രത്യക്ഷമായിട്ടാണ് തോന്നുന്നത് ഗൈസ് വരുന്നത്. പ്രേതമല്ലേ, അപ്പം അങ്ങനെ കാണത്തുള്ളൂ. ഗൈസ് നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. ഇതിൽ നമുക്ക് ഒന്നിനും അങ്ങോട്ട് ഗ്രാനിനെ അങ്ങോട്ട് കളിപ്പിക്കാൻ പറ്റും. ടൂൾസൊക്കെ എവിടെയെന്ന് എനിക്കറിയില്ല ഗൈസ്. എന്താ കാരണം എന്ന് വെച്ചാൽ എനിക്കറിയത്തില്ല എവിടെയാണ്. കാറൊക്കെ ഉണ്ട് എന്നൊക്കെയറിയാം, പക്ഷെ അത് എവിടെയാണ്? കാർ അടിയിലാണെന്നാണ് തോന്നുന്നത് കേട്ടോ. സമയം ഞാനറിയില്ല. അതിൻ്റെ മുന്നേ നമ്മളെ ഗ്രാനി അടിക്കുകയല്ലേ. നമുക്ക് ഗ്രാനിക്കൊരു പണി കൊടുക്കണം. ടൂളൊന്നും എൻ്റെ കയ്യിലില്ല ഗൈസ്. ഓ എന്ത് പറ്റി? ഗ്രാനി ഗൈസ് നമ്മളിവിടെ കുടുക്കി ഗൈസ്. ഗ്രാനി ഗൈസ് കെണി ഇടൂലേ? ഇത് കാല് കുടുങ്ങിയെന്നാണ് തോന്നുന്നത്. ഗ്രാനി ഗൈസ് കെണി ഇട്ട്. ഇത് നോക്കിയേ, ഈ സാധനം കണ്ടുകഴിയുമ്പോൾ നമ്മൾ ചവിട്ടി. സോ ഗൈസ് ഇപ്പം വരും, നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. മതി കഴിഞ്ഞ കഥ, അടിപൊളി. ഗ്രാനിക്ക് ഇപ്പോഴാട്ടോ മനസ്സിലായത്. ഗ്രാനിയും ഗൈസ് നമുക്ക് വേണ്ടിയിട്ട് എന്തിടുന്നുണ്ട്, കെണി ഇടുന്നുണ്ട്. നമ്മളങ്ങോട്ട് ഗ്രാനിക്ക് കൊടുക്കുക മാത്രമല്ല ഇങ്ങോട്ടും കിട്ടുന്നുണ്ടല്ലേ കെണി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ സൂക്ഷിച്ച് നടക്കണം. സോ അത് ഇരുട്ട റൂമാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനകത്തുള്ളതെല്ലാം ഉണ്ട്. അപ്പോൾ ഗൈസ് നമുക്കിത് ഒന്നും കൂടി പോകാം. ഓക്കെ, സോ നമുക്ക് തുറക്കാം ഗൈസ്. നമുക്കിവിടെ എവിടെയെങ്കിലും ഗ്രാനി ഉണ്ടോയെന്ന് നോക്കണം കേട്ടോ. സോ നമ്മളെപ്പോഴും ഈ റൂമൊക്കെ പോകുന്നത്. ഈ റൂമൊക്കെ ഗ്രാനി വരാറില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമുക്ക് ഈ റൂം ഇവിടേക്ക് ഒന്ന് പോയി നോക്കിയാലോ, അവിടെ എന്താണെന്ന്. സോ നോക്കാം. നമുക്ക് അതിൻ്റെ ഉള്ളിൽ ഫുള്ള് ഇരുട്ട്. കോണിയുണ്ട് ഇവിടെ, ഫുള്ള് ഇരുട്ടാണ്, എനിക്കേ കാണുന്നില്ല. ഇതാണ് ഗ്രാൻഡ് പാനൊക്കെ കൊണ്ടെന്നാണ് തോന്നുന്നത് ഗൈസ്. ഗ്രാൻ ഇതേ അവിടെ തൂക്കിയിട്ടേക്കുന്നു. അത് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. സോ നമുക്കത് ഓപ്പൺ ആക്കാം. ഓക്കെ, നമുക്കിതിൻ്റെ ഉള്ളിൽ ഒളിച്ചിരിക്കാം ഗൈസ്. ഗ്രാനി വന്നേന് ഇവിടെയൊക്കെ കുറേ ഒളിച്ചിരിക്കാനുള്ള ഒരു പെട്ടീൻ്റെ ഉള്ളിലാണ് ഗൈസ് നമ്മൾ കയറി ഒളിച്ച് നിൽക്കുന്നത്. സോ നമുക്ക് പോയി നോക്കാം കേട്ടോ, ഗ്രാനി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് പോയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും കാണുന്നുണ്ടോ? അതായത് നമുക്ക് ഗൈസ് താഴേക്ക് ഇറങ്ങാം കേട്ടോ. പിന്നെ അത് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. നമ്മൾ കയറിയ വഴി തന്നെയാണ് ഗൈസ്. ഇവിടെ ഗ്രാനിനെ കാണുന്നില്ല. നമുക്ക് തിരിച്ചങ്ങോട്ട് തന്നെ പോകാം കേട്ടോ. മിക്കവാറും അവിടെ വരാനാണ് ചാൻസ്. ഗൈസ് ഇതൊക്കെ തള്ളിയിട്ട് നമ്മൾ തന്നെയാണ് തള്ളിയിട്ട്, എനിക്കറിയില്ല, നോക്കിയിട്ടില്ല, ശ്രദ്ധിച്ചില്ല. സോ ഗൈസ് നമുക്ക് പെട്ടിയിൽ ഒളിച്ചേക്കാം. ഓക്കെ, എനിക്കൊരു ശബ്ദം കേട്ട് ഗൈസ്. ഗ്രാനി തന്നെയാണോ? ഓക്കെ, എനിക്കറിയില്ല ഗൈസ്, നമുക്ക് നോക്കാം കേട്ടോ ഗ്രാനി വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഓ മൈ ഗോഡ്. സോ ഗൈസ് ഗ്രാനി ഗൈസ് നമ്മൾ കണ്ടു. സോ കണ്ടിട്ടുണ്ട്, എനിക്കറിയില്ല. അതന്നെ വേണ്ടിയത്. സോ ഞാനും ഗ്രാനി വരുന്നുണ്ട്, അപ്പം തന്നെ ഇറങ്ങുകയും ചെയ്തു, അപ്പം തന്നെ കയറുകയും ചെയ്തു. അതാണ് ഉണ്ടായത്. കുറച്ചും കൂടി അവിടെ നിൽക്കുകയായിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ രക്ഷപ്പെട്ടിട്ടുണ്ടാവുമായിരുന്നു. ഏതായാലും നമുക്ക് അടുത്ത ലെവലിലേക്ക് പോകാം. നല്ല രസമുണ്ട്, കളിച്ച് വരുമ്പോൾ അത് കുറച്ച് എക്സൈറ്റ്മെൻ്റ് ആണ് വീണ്ടും കളിക്കുന്നത്. ഓക്കെ, എന്താണ് ഈ ചോര കളർ പോകാത്ത? ഈ റെഡ് പോയിൻ്റ് ഒന്നും പോകുന്നില്ലല്ലോ. നമുക്കത് പോട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഓ മൈ ഗോഡ്, ഇത് വരുന്നു. ഇപ്പോൾ അവിടെ നിന്ന് പോയില്ലേ ഗ്രാനി? ഭയങ്കര സ്റ്റക്ക് ഗൈസ്, ഒന്നും കാണുന്നില്ല കേട്ടോ. ഓടിക്കോ, ഇങ്ങോട്ട് ഓടാനാണ്. ആണ് പൊട്ടി നിൽക്കുന്നത് ഗൈസ്. അവിടെ എന്തോ പൊട്ടിയുണ്ട്. ഗ്രാനി അടിച്ച് പൊട്ടിച്ചതാണോ എന്ന് എനിക്കറിയില്ല. ഇനി നമ്മൾ അടിച്ചപ്പോൾ നമ്മൾ താഴേക്ക് വീണപ്പോൾ മരമല്ലേ, പഴയ മരമായതുകൊണ്ടായിരിക്കണം. ഓക്കെ ഗൈസ്, ഫൈനൽ റൗണ്ട് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതേ അടുത്ത റൗണ്ട് കേട്ടോ. പൊട്ടിയിട്ടുണ്ടോ അവിടെ? ഞാൻ കാണിച്ചു തരാം കേട്ടോ നിങ്ങൾക്ക്. നമ്മൾ നിലത്തേക്ക് വീണപ്പോൾ പൊട്ടിയെന്നാണ് തോന്നുന്നത്, എനിക്കങ്ങനെയാണ് തോന്നുന്നത് കേട്ടോ. പിന്നെ അവിടെ ഗ്രാനി ഉണ്ടാകുമോ? താഴേക്ക് ഇറങ്ങാൻ ഭയങ്കര പേടി. താഴെ ആയിരിക്കുമല്ലോ മേ ബി ഗ്രാനി ഉണ്ടാവുന്നത്. സോ
ഓക്കെ, ഇവിടെ ഇല്ലെന്നാണ് തോന്നുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, സമാധാനമായി, ഇവിടെ ഇല്ല ഗൈസ് ഗ്രാനി. ഓക്കെ, നമുക്ക് ഇവിടെ പൊട്ടിയിരിക്കുന്നുണ്ട്. നമുക്കത് വീണ്ടും അങ്ങോട്ട് തന്നെ പോകാം. അവിടെ കുറച്ചൊരു എഴുത്തുള്ളത് ഇങ്ങനെ ഉള്ളിലേക്ക് പോകുമ്പോൾ അങ്ങനെ ഉള്ളിൽ കണ്ട ഗൈസ് അതായിരിക്കുന്ന ഗൈസ് ഗ്രാനി അടിയിൽ. ഞാൻ പറഞ്ഞില്ലേ കൂടുതലും ഗ്രാനി അടിയിലായിരിക്കും ഉണ്ടാവുക എന്നുള്ളത്. ഇവിടെ ആട്ടെ പൊട്ടിയത്. നമ്മൾ ഇവിടെ നിന്നല്ലേ അടിച്ചത്, പക്ഷെ ആ ഒരു ഭാഗത്തുനിന്നല്ലായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്, പെട്ടിൻ്റെ അവിടെ നിന്ന്. സോ ഈ പെട്ടിൻ്റെ അവിടെ നിന്നായിരുന്നു അടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ എങ്ങനെ പൊട്ടി? സോ ഒരു ഐഡിയ ഇല്ല എനിക്ക്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഗ്രാനി അടിയിലുണ്ടായിരുന്നു, കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. നോക്ക് ഗൈസ്, പൊട്ടിച്ച് വെച്ചേ, സ്വന്തം വീട് തന്നെ പൊട്ടിച്ച് വെച്ചേക്കുന്നത്. നമുക്കൊന്നും അറിയണ്ട. നമുക്ക് ഗ്രാനീനെ എങ്ങനെയെങ്കിലൊക്കെ ഒന്ന് വഷളാക്കിയാൽ മതി, ഒന്ന് തിളച്ചാൽ മതി. സോ അത് തുറക്കാൻ കിട്ടുന്നില്ല. അവിടെ എന്തായിരിക്കും? ഗ്രാനീൻ്റെ അവിടെ സീക്രറ്റും ആയിരിക്കും. ഓക്കെ, എനിക്കിപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഐഡിയ ഇല്ല. ഇങ്ങനെ പോവാണ് കേട്ടോ. ഓക്കെ, നമുക്ക് അടിയിലേക്ക് പോയി നോക്കാം. ഓക്കെ, ഇവിടെ ഉണ്ടാകുമോ എനിക്ക് നല്ല ഡൗട്ടുണ്ട്. സോ ഇവിടെ നിന്ന് അല്ലേ മേലെ ഞാൻ കണ്ടതേ പൊട്ടി വീണുണ്ട് പാടത് ഇരിക്കുന്നത്. നമുക്ക് ബാത്റൂമൊക്കെ പോകാം ഗൈസ്. ഇത് കണ്ട ഇതേ ഇരിക്കുന്നു ഗൈസ് കെണി. ഇതിലാണ് ഗൈസ് നമ്മൾ നേരത്തെ ചവിട്ടിയത് കേട്ടോ. കെണി ഇതേ ഇരിക്കുന്നു ഗൈസ്. സോ ഇത് വന്ന് ഓടിക്കോ. സ്ഥലം വിട്ടോ. ഓക്കെ, അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റുമോ? അൽമാറയാണ് അതിൻ്റെ ഉള്ളിലേക്ക് കയറുന്നു ഗൈസ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. അതേ ഇരിക്കുന്നു ജസ്റ്റ് ഓടാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആ കെണിമ ചവിട്ടി കഴിഞ്ഞാലോ വെച്ചിട്ടാണ് അതേ വരുന്നത്. കെയിന് കഥ അത് കെടുക്കുന്നു. എവിടെ കെടുന്നില്ലേ? പിന്നെ അടിച്ചതല്ലേ. ഞാൻ വോയിസ് ഓവറായിട്ടോ കൊടുക്കുന്നത്. ഗെയിം കളിക്കുമ്പോൾ എനിക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ. ഇവിടെ പെട്ടി ഉണ്ടായിരുന്നല്ലോ, അതാണ് ഗൈസ് ഞാനിങ്ങനെ തിരഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതിന് ഗ്രാനി വന്നു. അപ്പോൾ ഏതായാലും നമ്മളെ ഗെയിം ഇവിടെ കലാശായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.